ഹേ ഗായ്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ഗ്രീൻ ചിക്കൻ അൽഫാമിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഭയങ്കര ജ്യൂസി ആൻഡ് ടെൻഡർ ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്ക്. നല്ലൊരു അടിപൊളി ഫ്ലേവർ ഉള്ള ഒരു അൽഫാമാണ്. അപ്പോൾ ഈസി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ ചിക്കന് ഒരു മാരിനേഷൻ വേണോ, അതൊരു ഗ്രീൻ കളറിലാണ് ഉണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനൊരു ഹാൻഡ് ഫുൾ ഓഫ് മിന്റ് ലീഫ് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ കൊറിയാണ്ടർ ലീഫ്സ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പകുതി മുറി ഉള്ളിയുടെ ഭാഗമാണ്. അതും പിന്നെ 2 പച്ചമുളകും 3-4 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളായിട്ട് 1 സ്പൂണ് മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും അതേ അളവിൽ തന്നെ ചെറിയ ജീരകവും വേണം. പിന്നെ ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുകൂടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല. ഇനി ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂൺ അളവിൽ ബദാമും അതേ അളവിൽ തന്നെ അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. ഇതൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറും കൂടിയായിരിക്കും ഇത് കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഈ ഒരു മസാലക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിനി നമുക്ക് മാരിനേഷൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുത്ത് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള പീസ് തന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച മസാലക്കൂട്ട് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈ വെച്ച് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മസാല തേച്ച് പെരക്കി കൊടുക്കുക. ഞാനില്ലേ ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ നല്ല രീതിയിലൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടേനുവേ. അപ്പോൾ ആ ഒരു പോർഷനിലെല്ലാം നല്ലോണം തന്നെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഈ മസാല എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിന് റെസ്റ്റിംഗ് ടൈം കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു ചിക്കനിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത മസാല എല്ലാം പിടിച്ച് നല്ലൊരു ജ്യൂസി ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിന് റെസ്റ്റിംഗ് ടൈം കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ മസാലയെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഗ്രീൻ ചിക്കൻ അൽഫാമിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അതിനിടയിൽ കൂടി അതിന് റെസ്റ്റിംഗ് ടൈമിൽ ഞാൻ ഇത് കൂടി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി നല്ല രീതിയിൽ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ചപ്പാത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോഴേക്ക് നമ്മൾ ഗ്രീൻ ചിക്കൻ്റെ മസാലയൊക്കെ പിടിച്ച് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഓയിലിൻ്റെ കൂടെ കുറച്ച് ഒലീവ് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കാണുന്നത്. ഈ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് ഇതൊന്ന് ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ചിക്കന് വലിയ കഷ്ണങ്ങളായിട്ടല്ലേ എടുത്തേ. അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു കുക്കിംഗ് ടൈമിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡ് കൂടി ആവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് പുകപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചാർക്കോൾ ഇതേപോലെ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്മോക്കി ഫ്ലേവർ. 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ഗ്രീൻ ചിക്കൻ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പക്ഷെ അടിപൊളി ടേസ്റ്റുമാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണാം.